അത് കുത്തുബുല്ലാലം കുത്തുബുല്ലാലം എന്നിങ്ങനെ പറയുന്നുണ്ടല്ലോ. എന്നോട് പറഞ്ഞത് കുത്തുബുല്ലാലം എന്ന് പറഞ്ഞ ബഹുമാനപ്പെട്ട ഓരോ ഹാദ്യമായിട്ട് കുറെ കാലം സേവനം ചെയ്ത വഫാത്ത് വരെ കൂടെ ഉണ്ടായിരുന്ന ബഹുമാനപ്പെട്ട വൈദ്യത്തിൽ യൂസുഫ് തങ്ങൾ എന്റെ അനുജന്റെ അമോഷനാണ്. മൂപ്പര മകളാണ് എന്റെ അനുജൻ കല്യാണം. സംസാരത്തിൽ സംസാരിച്ചത് സി എം വലുതാണ് പറയുമ്പോ കുത്തുബുല്ലാലം കുത്തുബുല്ലാലം എന്ന് തന്നെയാണ് പറയുന്നത്. അങ്ങനെ പക്ഷെ അത് അങ്ങനെ പറഞ്ഞ കുത്തുബുല്ലാലാണ് അങ്ങനെ പറയണം എന്ന് എന്നോട് പറഞ്ഞതാണ്. വൈലത്തൂർ യൂസുഫ് തങ്ങൾ പറഞ്ഞതാണ്. പിന്നെ ബഹുമാനപ്പെട്ട നമ്മളെ ഉസ്താദ് ഷെയ്ഖ് സുൽത്താനുമ എ പി ഉസ്താദ് പലപ്പോഴും പറഞ്ഞിട്ടുള്ള കുത്തുബുല്ലാലം എന്നുള്ള ഉസ്താദിന്റെ സുഖമില്ലായ്മ കഴിഞ്ഞിട്ട് എണീറ്റപ്പം അതിന്റെ മുമ്പ് സുഖമില്ലായ്മല്ല, വലിയൊരു പ്രയാസം അനുഭവിക്കുന്ന സമയത്ത് സ്വപ്നം ദർശിച്ചതും അത് പോയിട്ട് ഒരു ആളെ കൊണ്ടുപിടിച്ചിട്ടുന്നതൊക്കെ കണ്ടിട്ട് സ്വപ്നം പറഞ്ഞു. അന്ന് ഉസ്താദ് ആ വിഷയം സംസാരിക്കണം കുത്തുബുല്ലാലം എന്ന് പറഞ്ഞിട്ട് പല സദസ്സും പറഞ്ഞത് ഞാൻ കേട്ടിട്ടുണ്ട്. കുത്തുബുല്ലാലം എന്ന് ഉസ്താദ് പലപ്പോഴും പറയാറുണ്ട്. പക്ഷെ അത് പിന്നെ കുഴപ്പമൊന്നുള്ള കാര്യമില്ല. അത് ഓരോരുത്തർക്ക് ദർജ, ഓരോരുത്തരുടെ ദർജ ഓരോരുത്തർ അറിയുന്ന ആളുകൾക്കല്ല അത് അറിയുള്ളൂ. നമുക്ക് കുത്തുബുല്ലാല ഷൈഖുന അതിനേക്കാൾ വലുതാണ് ആയിരിക്കാം. ഞമ്മക്കതിനെ പറ്റി ഞമ്മക്ക് അറിയുന്നൊരു പരിധി നമ്മളെ മഹാന്മാർ നമുക്ക് പറഞ്ഞു തന്നാലേ നമ്മൾ പറയേണ്ടതുള്ളൂ. പിന്നെ അതിലപ്പുറം കണ്ട് താഴോട്ട് നമ്മൾ ചിന്തിക്കേണ്ടതില്ല, മേലോട്ടല്ലേ ചിന്തിക്കേണ്ടത്. ഒരാളെ പറ്റി നല്ലതല്ലേ നമ്മൾ ചിന്തിക്കേണ്ടത്, അങ്ങനെയല്ലേ ചിന്തിക്കേണ്ടത്. അപ്പൊ നമുക്ക് സ്നേഹിക്കാൻ പറ്റുന്ന, നമ്മൾ വിശ്വസിക്കാൻ പറ്റുന്ന ആള് ആ ഒരു കുത്തുബുൽ ആല എന്ന് പറഞ്ഞാൽ പിന്നെ അത് കുത്തുബുൽ ആല അല്ല എന്നുള്ളത് നമ്മൾ എന്താക്കേണ്ടതില്ല. എനിക്കത്ര ആവശ്യമുള്ളൂ. എന്നോട് ഇന്ന് വരെ ആരും പറഞ്ഞു ഞങ്ങൾ കുത്തുബുൽ ആല എന്ന് പറയണ്ടെന്ന് എന്നോട് ആരും ഇന്നല്ല പറഞ്ഞിട്ടില്ല. എന്നോട് ആരും പറഞ്ഞിട്ടില്ല. എന്റെ അനുഭവത്തിൽ കുത്തുബുൽ ആലം എന്ന് പറഞ്ഞത് ബഹുമാനപ്പെട്ട വൈലത്തൂർ യൂസുഫ് തങ്ങൾ പറഞ്ഞിട്ട് കുത്തുബുൽ ആലമാണ്. തങ്ങളിപ്പായിട്ട് ഒരു സംഭവം തന്നെ ഉണ്ടല്ലോ. അതായത് പൊന്നാനി വലിയ ജാറത്തെങ്കിൽ ഷെയ്ഖുനായിട്ട് പോകുമ്പോ സിയാറത്ത് ചെയ്യാൻ വേണ്ടി കയറിയപ്പോ അവിടെ വൈലത്തൂർ തങ്ങൾ ചോദിച്ചു എന്താ നിങ്ങൾ വന്ന ആരാണെന്ന് മനസ്സിലായില്ല ഇപ്പൊ വന്നത്. അവര് പറഞ്ഞ് ചുരുക്കി പറയും ഇന്നലെ ഞാൻ ഒക്കെ വന്നല്ലോ. ഇന്നലെ വന്നിട്ടില്ല, ഇന്നലെ എന്റെ കൂടെ ഉണ്ടായിരുന്നു, ഞാനല്ലേ അവർക്ക് ഹിദമത്തെടുത്തത്. അപ്പം വൈലത്തൂർ തങ്ങള് സമ്മതിക്കൂല. അവര് പിന്നെ പറയും ഇന്നലെ വന്നു, ഇന്നലെ ഉച്ചക്ക് ഇവിടെ വന്നു. ഏത് കളർ ഷർട്ടാണ് ഇട്ടത്? അത് ചുമല കളർ. എന്റെ ഓർമ്മ ശരിയാണ്, ചുമല കളർ ഷർട്ട്. ആ ഷർട്ട് ഇന്നലെ കഴുകി മടക്കി വെച്ചാൽ ഞാനാണ്. വൈലത്തൂർ തങ്ങളുടെ പ്രസംഗത്തിലുണ്ട്. അപ്പൊ ഒരു പറഞ്ഞു ഇന്നലെ ആ കളർ ഷർട്ട് ഇട്ടാ വന്നത്. അപ്പൊ ഷെയ്ഖുന അവിടെ നിന്ന് വന്നിട്ട് തങ്ങളെ എന്തിനാണ് ഇവിടെ തർക്കിക്കുന്നത്? എന്റെ വിഷയത്തിൽ തർക്കിക്കേണ്ടതില്ല കേട്ടോ. ഞാൻ അവിടെയും ഇവിടെയും ഉണ്ടാവും, എല്ലായിടത്തും ഉണ്ടാവും. ഞാൻ കുത്തുബുൽ ആലമാണ് എന്ന് വൈലത്തൂർ തങ്ങൾ എന്നെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. എന്നോട് പറഞ്ഞതാ ഞാൻ പറഞ്ഞത്, നമ്മളെന്താ കേട്ടിട്ട് പറഞ്ഞതല്ല. എന്നോട് നേരിട്ട് പറഞ്ഞ വിഷയം എന്നല്ല പറഞ്ഞത്. അപ്പൊ നിനക്കൊക്കെ വൈലത്തൂർ തങ്ങൾ ഒരു വിഷയം പറഞ്ഞെങ്കിൽ പിന്നെ അത് ശരിയാണോ തെറ്റാണോ നോക്കേണ്ടത് എന്നെ സംബന്ധിച്ചോളില്ല. പിന്നെ വന്നേരം എന്റെ ഉപ്പ ഇവരൊക്കെ പറ്റി കാണിച്ചെന്നും പഠിപ്പിച്ചെന്നും അങ്ങനെയൊക്കെ തന്നെയാണ്. അപ്പൊ അവരിൽ കൂടിയൊക്കെ ഉള്ള ഒരു പഠിപ്പല്ലാതെ വേറെ കൂടുതൽ പഠിക്കാൻ എന്നോട് കഴിഞ്ഞിട്ടില്ല. ഞാനത് ആഗ്രഹിക്കുന്നുമില്ല. പലവരും വന്ന് പലരും കണ്ട് എന്തെങ്കിലും മശക്കത്തായ ഒരു കാര്യമാണ്, അത് വേണ്ട, അസുഖമില്ല, അത് ഞാൻ മാറ്റിയിരിക്കുന്നു, ഇങ്ങനെ വാക്കുകൾ പറയുക, സ്വാതന്ത്ര്യത്തിന്റെയും സമാധാനത്തിന്റെയും വാക്കുകൾ കൊടുക്കുക, അതുകൊണ്ട് സുഖം ഉണ്ടാവുക എന്നതിലപ്പുറം മറ്റൊന്നും ഇല്ലാന്ന് ഞാൻ സി എം വലുതായ ഒരു കാര്യം വേണ്ടാന്ന് പറഞ്ഞത് ഉണ്ടാകായിട്ട് ഞാൻ അറിഞ്ഞിട്ടില്ല.